ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ലാവുഷയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആനുകാലികം. വയനാടിൻ്റെ ഔദ്യോഗിക ജീവജാലങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വയനാടിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാട്ടുചാമ്പ. വയനാടിൻ്റെ ഔദ്യോഗിക വൃക്ഷം കാട്ടുചാമ്പയാണ്. മൃഗം തേങ്കോലൻ. പുഷ്പം കായാമ്പു. അതുപോലെ വയനാടിൻ്റെ ഔദ്യോഗിക ഉരകമാണ് ചെങ്കറുപ്പൻ. വയനാടിൻ്റെ ഔദ്യോഗിക ഉരകം ചെങ്കറുപ്പൻ. പൈതൃക മരം പന്തപ്പൈന. പക്ഷി ബാണാസുര ചിലപ്പൻ. തുമ്പി വയനാടൻ തീക്കറുപ്പൻ. ചിത്രശലഭം കരുനീലൻ കടുവയാണ് വയനാടിൻ്റെ ചിത്രശലഭം. അതുപോലെ മത്സ്യം എന്ന് പറയുന്നത് പൂക്കോടൻ പരൽ മത്സ്യം. വയനാടിൻ്റെ മത്സ്യമാണ് പൂക്കോടൻ പരൽ മത്സ്യം. വയനാടിൻ്റെ ഉപജീവി മഞ്ഞക്കരയൻ മരത്തവള. വയനാടിൻ്റെ ഉപജീവി മഞ്ഞക്കരയൻ മരത്തവള. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. വയനാടിൻ്റെ വൃക്ഷം കാട്ടുചാമ്പ, മൃഗം തേങ്കോലൻ, പുഷ്പം കായാമ്പു, ഉരകം ചെങ്കറുപ്പൻ, പൈതൃകമരം പന്തപ്പൈന, പക്ഷി ബാണാസുര ചിലപ്പൻ, തുമ്പി വയനാടൻ തീക്കറുപ്പൻ, ചിത്രശലഭം കരുനീലൻ കടുവ, മത്സ്യം പൂക്കോടൻ പരൽ മത്സ്യം, ഉഭയജീവി മഞ്ഞക്കരയൻ മരത്തവള. അതുപോലെ രാജ്യത്ത് ആദ്യമായി സ്വന്തമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, ജീവി എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡ് ജില്ലയാണ്. രാജ്യത്ത് ആദ്യമായി സ്വന്തമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, ജീവി എന്നിവയെ പ്രഖ്യാപിച്ച ജില്ല കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയുടെ വൃക്ഷമാണ് കാഞ്ഞിരം. പുഷ്പമാണ് പെരിയ പോളത്താളി. പക്ഷിയാണ് വെള്ളവയറൻ കടൽപ്പരുന്ത്. ജീവി പാലപ്പൂവൻ ആമ. കാസർഗോഡിൻ്റെ ജീവിയാണ് പാലപ്പൂവൻ ആമ. അതുപോലെ 8 ഇനങ്ങളിൽ ജില്ലാതലത്തിൽ പ്രഖ്യാപനം നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോഴിക്കോട് ജില്ല. 8 ഇനങ്ങളിൽ ജില്ലാതലത്തിൽ പ്രഖ്യാപനം നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയുടെ പുഷ്പമാണ് അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷി മേനിപ്പൊന്മാനാണ് കോഴിക്കോട് ജില്ലയുടെ പക്ഷി. കോഴിക്കോട് ജില്ലയുടെ ശലഭമാണ് മലബാർ റോസ് ആണ് കോഴിക്കോട് ജില്ലയുടെ ശലഭം. കോഴിക്കോട് ജില്ലയുടെ വൃക്ഷം ഈയകം. കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷം ഈന്ത്. കോഴിക്കോട് ജില്ലയുടെ വൃക്ഷമാണ് ഈയകം. കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷമാണ് ഈന്ത്. അതുപോലെ കോഴിക്കോട് ജില്ലയുടെ ജലജീവിയാണ് നീർനായയാണ് കോഴിക്കോട് ജില്ലയുടെ ജലജീവി. എന്നാൽ കോഴിക്കോട് ജില്ലയുടെ മത്സ്യമാണ് പാതാളപ്പൂന്താരകൻ. കോഴിക്കോട് ജില്ലയുടെ മൃഗമാണ് ഈനാമ്പേച്ചിയാണ് കോഴിക്കോട് ജില്ലയുടെ മൃഗം. അടുത്ത ചോദ്യം. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ആദ്യമായി 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ച പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ ആദ്യമായി 100 കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ച പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്ത ചോദ്യം. ഗ്ലോബൽ ഫിനാൻസിൻ്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്ക് എന്നീ പുരസ്കാരങ്ങൾക്ക് അർഹമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് ഗ്ലോബൽ ഫിനാൻസിൻ്റെ 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച ഉപഭോക്തൃ ബാങ്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കും. കിഫ്ബിയുടെ പങ്കാളിത്തത്തോടെ സ്വന്തമായി സ്റ്റോറേജ് ബാറ്ററി വികസിപ്പിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാനമാണ് കേരളം. പൂർവി, പ്രച്ഛന്ദ്, പ്രഹാർ എന്നീ 3 സൈനികാഭ്യാസം നടന്നത് അരുണാചൽ പ്രദേശ്. ഇൻ്റഗ്രേറ്റഡ് സൊഹ്റ സർക്യൂട്ട് വികസന പദ്ധതി ഏത് കേന്ദ്ര പദ്ധതിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? PM ഡിവൈൻ സ്കീമിന് കീഴിൽ. ഇൻ്റഗ്രേറ്റഡ് സൊഹ്റ സർക്യൂട്ട് വികസന പദ്ധതി ഏത് കേന്ദ്ര പദ്ധതിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? PM ഡിവൈൻ സ്കീമിന് കീഴിൽ. അടുത്ത ചോദ്യം. US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്ന റിച്ചാർഡ് ബ്രൂസ് ചിനി അഥവാ ഡിക് ചിനി അന്തരിച്ചു. US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന റിച്ചാർഡ് ബ്രൂസ് ചിനി അഥവാ ഡിക് ചെനി അന്തരിച്ചു. അദ്ദേഹത്തിന് 84 വയസ്സായിരുന്നു. ജോർജ് ബുഷ് പ്രസിഡൻ്റായിരുന്നപ്പോൾ 46ാമത് വൈസ് പ്രസിഡൻ്റായി. ഇദ്ദേഹം ജോർജ് ബുഷ് പ്രസിഡൻ്റായിരുന്ന സമയത്ത് 46ാമത് വൈസ് പ്രസിഡൻ്റായിരുന്നു.
2001 മുതൽ 2009 വരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരു ദശാബ്ദത്തിലേറെ കാലം ജോർജ് ബുഷിന് കീഴിൽ പ്രതിരോധ സെക്രട്ടറി ആയിരുന്നു. റിച്ചാർഡ് ബ്രൂസ് ചിനി. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ മുസ്ലിം കൂടിയാണ് ഇദ്ദേഹം. ന്യൂയോർക്കിലെ മേയറാകുന്ന ആദ്യ മുസ്ലിം കൂടിയാണ് ഇദ്ദേഹം. അതുപോലെ ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ഇദ്ദേഹം തന്നെയാണ്, 34 വയസ്സ്. അതുപോലെ ന്യൂയോർക്കിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ ഇദ്ദേഹം തന്നെയാണ്, 34 വയസ്സ്. ന്യൂയോർക്ക് സിറ്റിയുടെ 111ാമത്തെ മേയറാണ് സൊഹ്റാൻ മംദാനി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോഗ് ബഹിരാകാശ യാത്രികയാണ് ഇനിയ പ്രഗതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും പ്രായഭേദമന്യേ ബ്രെയിൽ ലിപി പഠിപ്പിക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി ആവിഷ്കരിച്ച പദ്ധതിയാണ് ദീപ്തി. ഇത് ദീപ്തി ബ്രെയിൽ സാക്ഷരത എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. ദീപ്തി പദ്ധതി അല്ലെങ്കിൽ ദീപ്തി ബ്രെയിൽ സാക്ഷരത എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഫിൻലാൻഡിൽ നടക്കുന്ന 44ാമത്തെ കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രം സ്കൂൾ ചലേ ഹം. ഫിൻലാൻഡിൽ നടക്കുന്ന 44ാമത്തെ കുട്ടികളുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏക ചിത്രമാണ് സ്കൂൾ ചലേ ഹം. സ്കൂൾ ചലേ ഹം സംവിധാനം ചെയ്തത് E.G. ശ്രീകാന്ത്. സ്കൂൾ ചലേ ഹം എന്ന സിനിമ സംവിധാനം ചെയ്തത് E.G. ശ്രീകാന്ത്. വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ KFON അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഷീ ടീം. വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഷീ ടീം. KFONന്റെ എക്സിക്യൂട്ടീവ് പങ്കാളികളായി പ്രവർത്തിക്കാൻ വനിതകൾക്ക് ഇതിലൂടെ അവസരം നൽകുന്നു. ഈ സംരംഭം വഴി ഏകദേശം 500 വനിതാ സംരംഭകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾ എക്സിക്യൂട്ടീവ് പങ്കാളികളായി പ്രവർത്തിക്കും. വീടുകളിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനുകളും OTT പ്ലാറ്റ്ഫോം കണക്ഷനുകളും എത്തിക്കുന്നതിനുള്ള സേവനങ്ങൾ നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന ഉത്തരവാദിത്തം. വീടുകളിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് കണക്ഷനുകളും OTT പ്ലാറ്റ്ഫോം കണക്ഷനുകളും എത്തിക്കുന്നതിനുള്ള സേവനങ്ങൾ നൽകുക എന്നതാണ് ഇവരുടെ പ്രധാന ഉത്തരവാദിത്തം. ലോകത്തെ ആദ്യ രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് അയോധ്യ. പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതി സേഫ്. പട്ടികജാതി വിഭാഗക്കാരുടെ വീടുപണി പൂർത്തിയാക്കാൻ 2 ലക്ഷം രൂപ നൽകുന്ന പട്ടികജാതി വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് സേഫ്. ദേശീയ തേനീച്ച വളർത്തൽ തേൻ മിഷൻ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സംഘടന നാഷണൽ ബീ ബോർഡ്. ദേശീയ തേനീച്ച വളർത്തൽ ആൻഡ് തേൻ മിഷൻ നടപ്പിലാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള സംഘടനയാണ് നാഷണൽ ബീ ബോർഡ്. കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷിക്കാർക്കായി സർക്കാർ രൂപീകരിക്കുന്ന സ്വയം സഹായ സംഘമാണ് സുശക്തി. അടുത്ത ചോദ്യം, സ്റ്റാർട്ടപ്പായ ഇന്നോഡോട്സ് ഇന്നൊവേഷൻസിലൂടെ ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ച AI എക്സോസ്കെലട്ടനാണ് എക്സോബോണിക്. നമ്മൾ ഇന്നലെ ഇന്നോഡോട്സ് ഇന്നൊവേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്നാൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടപ്പായ ഇന്നോഡോട്സ് ഇന്നൊവേഷൻസിലൂടെ ശരീരം തളർന്നവർക്ക് നടക്കാൻ സഹായിക്കുന്നതിനായി വികസിപ്പിച്ച AI എക്സോസ്കെലട്ടനാണ് എക്സോബോണിക്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ പുസ്തകമാണ് കൊടുങ്കാറ്റിൽ പതറാതെ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 50ാം വാർഷികത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ പുസ്തകമാണ് കൊടുങ്കാറ്റിൽ പതറാതെ. അടുത്ത ചോദ്യം,
അന്തരിച്ചുപോയ ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാനും ബ്രിട്ടനിലെ ഏറ്റവും വലിയ സമ്പന്ന ബിസിനസ്സുകാരിൽ ഒരാളുമായ വ്യക്തിയാണ് ഗോപീചന്ദ് പി ഹിന്ദുജ. ഗോപീചന്ദ് പി ഹിന്ദുജ. ബിസിനസ് വൃത്തങ്ങളിൽ GP എന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഗോപീചന്ദ് പി ഹിന്ദുജ. പുൽപ്പള്ളി ജീവൻ ജാഗൃതി സേവാ സന്താനിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാം സർവശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം നേടിയത് കലാമണ്ഡലം റസി ഷാജിദാസ്. പുൽപ്പള്ളി ജീവൻ ജാഗൃതി സേവാ സന്താനിൻ്റെ ഡോക്ടർ APJ അബ്ദുൽ കലാം സർവശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം നേടിയത് കലാമണ്ഡലം റസി ഷാജിദാസ്. ക്ലാസിക്കൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. ക്ലാസിക്കൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. നീതി ആയോഗിൻ്റെ ചാണക്യ നാഷണൽ ലീഡർഷിപ്പ് പുരസ്കാരത്തിനും ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ പുരസ്കാരത്തിനും റസി അർഹനായിരുന്നു. രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോട് തളിമഹാക്ഷേത്രത്തിൽ. രേവതി പട്ടത്താനം നടക്കുന്നത് കോഴിക്കോട് തളിമഹാക്ഷേത്രത്തിൽ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാണ് ഡോക്ടർ VK വിജയൻ. ലോക സുനാമി അവബോധ ദിനം നവംബർ 5. ലോക സുനാമി അവബോധ ദിനം നവംബർ 5. 2025 പ്രമേയം സുനാമിക്ക് തയ്യാറെടുക്കുക എന്നതാണ്. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് വേഗത്തിൽ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിവുള്ള പ്രതിരോധശേഷിയുള്ള തീരദേശ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുക എന്നതും ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച് വേഗത്തിൽ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ കഴിവുള്ള പ്രതിരോധശേഷിയുള്ള തീരദേശ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുക എന്നതും ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഈ ദിനം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് 2015. ഈ ദിനം ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിക്കുന്നത് 2015. സുനാമി അവബോധ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് ജപ്പാനാണ്. സുനാമി അവബോധ ദിനം ആചരിക്കാനുള്ള ആശയം മുന്നോട്ട് വെച്ചത് ജപ്പാനാണ്. 2025 നവംബറിൽ അന്തരിച്ച അഭിനയ മികവിന് 3 തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ഹോളിവുഡ് നടിയാണ് ഡയാൻ ലാഡ്. 2025 നവംബറിൽ അന്തരിച്ച അഭിനയ മികവിന് 3 തവണ ഓസ്കാർ നാമനിർദ്ദേശം ലഭിച്ച ഹോളിവുഡ് നടിയാണ് ഡയാൻ ലാഡ്. വനിതാ ഭാരോദ്വഹനത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ മീരാബായ് ചാനുവിൻ്റെ ഭാരവിഭാഗം 2028 ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 49 കിലോ വിഭാഗത്തിലാണ് ചാനു വെള്ളി മെഡൽ നേടിയിരുന്നത്. എന്നാൽ 53 കിലോ വിഭാഗം മുതലാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഭാരവിഭാഗം തുടങ്ങുന്നത്. വനിതാ ഭാരോദ്വഹനത്തിൽ ഇന്ത്യൻ പ്രതീക്ഷയായ മീരാബായ് ചാനുവിൻ്റെ ഭാരവിഭാഗം 2028 ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ 49 കിലോ വിഭാഗത്തിലാണ് ചാനു വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായത്. എന്നാൽ 53 കിലോ വിഭാഗം മുതലാണ് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഭാരവിഭാഗം തുടങ്ങുന്നത്. അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ച് പറയുമ്പോൾ 2024 ഒളിമ്പിക്സ് നടന്നത് പാരീസിലാണ്. 2028 നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. അതുപോലെ 2032 നടക്കുന്നത് ബ്രിസ്ബെയിനിലാണ്. എവിടെയാണ്? 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബെയിൻ. അടുത്ത ചോദ്യം, തിരുവനന്തപുരം വോളി ഫാമിലി ക്ലബ്ബ് നൽകുന്ന ഉദയകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വോളിബോൾ ടീം അംഗവും ഇന്ത്യൻ നേവി താരവുമായ വ്യക്തി ചിരാഗ് സുരേഷ് കുമാർ യാദവ്. തിരുവനന്തപുരം വോളി ഫാമിലി ക്ലബ്ബ് നൽകുന്ന ഉദയകുമാർ ദേശീയ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വോളിബോൾ ടീം അംഗവും ഇന്ത്യൻ നേവി താരവുമായ വ്യക്തിയാണ് ചിരാഗ് സുരേഷ് കുമാർ യാദവ്. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ ഉദയകുമാറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ്. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരമാണ് ഇത്. മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റനും അർജുന അവാർഡ് ജേതാവുമായ ഉദയകുമാറിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഈ ഒരു പുരസ്കാരം. 50,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വോളിബോൾ രംഗത്തെ ഭാവി വാഗ്ദാനമായ താരത്തിന് ട്രാവൻകൂർ ടൈറ്റാനിയം ടീം നൽകുന്ന ഡാനിക്കുട്ടി ഡേവിഡ് സ്മാരക എൻഡോമെൻ്റ് അവാർഡിന് അർഹയായത് AR ഭൂമിക. വോളിബോൾ രംഗത്തെ ഭാവി വാഗ്ദാനമായ താരത്തിന് ട്രാവൻകൂർ ടൈറ്റാനിയം ടീം നൽകുന്ന ഡാനിക്കുട്ടി ഡേവിഡ് സ്മാരക എൻഡോമെൻ്റ് അവാർഡിന് അർഹയായത് AR ഭൂമിക. 10,000 രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ആനുകാലിക ഭാഗത്ത് പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റട്ടെ.
നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്